ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ തിരക്കിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മീൻകറിയുടെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലോട്ടേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലോട്ടേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ മുളക് പൊടി ഓരോരുത്തരുടെയും എരിവിനനുസരിച്ചായിട്ടുള്ളതാണ് എടുക്കുന്നത്. പിന്നെ നമ്മൾ കാശ്മീരി ചില്ലി പൗഡറൊന്നും അല്ല ഇട്ട് കൊടുക്കുന്നത്, സാധാ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് തന്നെ നമ്മൾ അരച്ചെടുക്കണം. ഇനി ഇത് നമ്മളൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് പുളിവെള്ളം കൂടിയും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പേ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തക്കാളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം ഇതൊക്കെ കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനും കൂടിയും ഇട്ട് കൊടുക്കാം. മീനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതൊന്ന് 10-15 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.